ഹായ് ഓൾ, വെൽക്കം ടു സി സി ഇഗ്നൈറ്റ്. എൻ്റെ പേര് വന്ദന. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്റ്റുഡൻസിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, എക്സാമുകൾ അല്ലേ, നോട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ലെസൺ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയവും വേസ്റ്റ് ആകുന്നുണ്ട് അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, റിവൈസ്ലി. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഈ റിവൈസ്ലി എന്ന് പറയുന്ന ടൂൾ നമ്മൾ പ്രധാനമായിട്ട് നേരത്തെ ക്വിസുകളൊക്കെ ജനറേറ്റ് ചെയ്യാനും ഫ്ലാഷ് കാർഡുകളൊക്കെ ജനറേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇനി ഇത് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് എന്തും ജനറേറ്റ് ചെയ്യാം, നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം, അതേപോലെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻസൈറ്റുകൾ ജനറേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഈ റിവൈസ്ലി എന്ന് പറയുന്ന ടൂളിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓരോന്നും ചെറിയ ചെറിയ പ്രോംപ്റ്റുകളൊക്കെ എഴുതി നമുക്ക് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ റിവൈസ്ലി.com എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. www.rivisely.com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇതല്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഈ ഒരു പേജിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു പേജിനകത്ത് നിങ്ങൾക്ക് കാണാം റിവിഷൻ. ഓക്കെ, റിവിഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഫ്ലാഷ് കാർഡ് ജനറേറ്റർ ഉണ്ട്, ക്വിസ് ജനറേറ്റർ ഉണ്ട്. പിന്നെ ഇനി മോറിനകത്ത് നോക്കുവാണെങ്കിൽ AI നോട്ട്സ് ജനറേറ്റർ എന്നും കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിവിടെ ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ക്വിസ് ജനറേറ്റർ ക്വിസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത്, നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു കൃത്യമായിട്ടൊരു പ്രോംപ്റ്റ് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് വേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്താണ് വേണ്ടതെന്നും ഏത് ലെവലിലുള്ള സ്റ്റുഡൻസിനാണ് വേണ്ടതെന്നും അതേപോലെ മാക്സിമം കീവേഡുകളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് തന്നെ പ്രോംപ്റ്റ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ആ പ്രോംപ്റ്റ് എഴുതി നമ്മൾ എന്ത് കൊടുക്കുക, ഇതിലേക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ക്വിസും ഫ്ലാഷ് കാർഡുകളും അതേപോലെ തന്നെ നോട്ടുകളും ഒക്കെ ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലാഷ് കാർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് AI ഫ്ലാഷ് കാർഡ് ജനറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒന്നുകിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മളുടെ കയ്യിലുള്ള കണ്ടന്റ് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം, വീഡിയോ ആവാം, ഡോക്യുമെൻ്റ് ആവാം. പക്ഷേ ഈ ഡോക്യുമെൻറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കവിടെ നമുക്കൊരു പ്രീമിയം വേർഷനിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള നോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനത്തെയാണ് ഫ്ലാഷ് കാർഡ് വേണ്ടത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണോ വേണ്ടത്, ബുള്ളറ്റ്സ് പോയിന്റ് ആയിട്ടാണോ വേണ്ടത്, നമുക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ലാംഗ്വേജ് നമുക്കിവിടെ ഓട്ടോ ഡിറ്റക്റ്റ് ആക്കി കൊടുക്കാം. മാക്സിമം ഫ്ലാഷ് കാർഡ് നമ്മളിതിപ്പോൾ ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് എത്രയാണ്, മാക്സിമം 20 ഫ്ലാഷ് കാർഡ്സ് ആണ് ഒരു സമയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അതിനകത്തുനിന്ന് വരുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഇതെല്ലാം കൊടുത്തിട്ട് ജനറേറ്റ് കൊടുക്കുക. നമുക്ക് ജനറേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്ലാഷ് കാർഡ് ജനറേറ്റിംഗ് എന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫ്ലാഷ് കാർഡ് പ്രിപ്പയർ ചെയ്ത് തരണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ട് മെയിൻ ഫംഗ്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ടു പ്രൊവൈഡ് ഡാഷ് ആൻഡ് റിമൂവ് ഡാഷ് ഫ്രം ദ ബോഡി. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ഫ്ലാഷ് കാർഡ് ആണല്ലോ, ഫ്രണ്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് എന്തുണ്ടാവും, അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ടാവും. ആ രീതിയിലാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്കിവിടെ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒക്കെ അപ്ഡേഷൻസ് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്തെങ്കിലും ഇമേജ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമുക്ക് ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടന്റിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് ഈ ഒരു ഫ്ലാഷ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് ഒരു ഒരു വലിയ ഒരു ഭാഗം ജോലി നമുക്കിവിടെ കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഫ്ലാഷ് കാർഡ് ജനറേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ആഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് എഡിറ്റിംഗ് എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമുക്കതിൻ്റെ ആ ഒരു ഡെമോ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നോക്കിക്കേ, ദ ഫങ്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, ആ ഒരു ഫസ്റ്റത്തെ സ്ലൈഡാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിലും ഉണ്ട്. അപ്പോൾ അതേ നമുക്കിവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതവിടെ കിട്ടും. വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ഇവിടേക്ക് കണ്ടോ, ഇവിടുത്തെ എഐയുടെ സഹായത്തോടെ തന്നെ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ പറയുന്നുണ്ട്. അത് എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫ്ലാഷ് കാർഡ് ആവാം, ഇനി അതല്ലെങ്കിൽ എന്താണ് എക്സാം മോഡിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഈ രീതിയിൽ അല്ലെങ്കിൽ ജനറേറ്റ് ക്വിസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇപ്പം എത്ര നേരം എടുത്ത് നമ്മൾ ചെയ്യാനായിട്ട്, ഒരു 2 സെക്കൻഡ് അല്ലേ, അത്രയും നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഫ്ലാഷ് കാർഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു AI ടൂൾ എന്ന് പറയുന്നത്. ഇതുവഴി നമ്മൾ 10 സ്ലൈഡുകളാണ്, 10 ഫ്ലാഷ് കാർഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതതുപോലെ നമുക്ക് പ്രിൻ്റ് ചെയ്യാനും പറ്റും, അതുപോലെ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, PDF ആയിട്ടോ എക്സൽ ഷീറ്റായിട്ടോ അങ്ങനെ ഏത് ഫോർമാറ്റിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഫോർമാറ്റിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫ്ലാഷ് കാർഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഫ്ലാഷ് കാർഡ് പോലെ തന്നെ നമുക്ക് ഏതുണ്ട്, ക്വിസ് ജനറേറ്റർ ഉണ്ട്. അതിനായിട്ട് ഇതേണ്ട ഇവിടെ കാണാം, ക്വിസ് ജനറേറ്റർ എന്ന് കാണാം. ക്വിസ് ജനറേറ്ററിലേക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം, ഇമേജ് കൊടുക്കാം. അവിടെ ഈ പറയുന്നത് പോലെ തന്നെ പ്രീമിയം വേർഷനാണ് ഈ ഡോക്യുമെൻറ്റും ഇമേജും വീഡിയോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്. ടെക്സ്റ്റിൻ്റെ അവിടത്തേക്ക് നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫ്രം ദ ബിഗിനിങ് അല്ലെങ്കിൽ നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ AI ഉപയോഗിച്ചിട്ടാണ് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളവിടെ പ്രോംപ്റ്റ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ AI ക്വിസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടേക്ക് സെയിം കണ്ടന്റ് തന്നെ കൊടുക്കുന്നത്. MCQ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തരണം, 4 ഓപ്ഷൻ വെക്കണം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രോംപ്റ്റ്. ഇത് കൊടുത്തതിന് ശേഷം മുമ്പ് കൊടുത്ത പോലെ എന്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിന്ന് നമുക്കത് ചേഞ്ച് ചെയ്യണം എന്നുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഓപ്ഷൻസിനകത്തുനിന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്ത് തരുന്നു, MCQ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ആയി അല്ലേ, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്വസ്റ്റ്യൻസും ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് അതിന് കയറി ആൻസർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഈ പറയുന്ന റിവൈസ്ലി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു ക്വിസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ക്വിസിനകത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ആൻസർ ചെയ്ത് ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്വിസസും ജനറേറ്റ് ചെയ്യാനും നമുക്ക് റിവൈസ്ലി യൂസ് ചെയ്തുകൊണ്ട് സാധിക്കും. ഇനി ഏറ്റവും ഫൈനലി നമുക്ക് നോട്ട്സ് ആണ്, അതിനാണ് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത് അല്ലേ. അപ്പം നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് AI നോട്ട് ജനറേറ്റർ കൊടുക്കുക. അതിലേക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ കൊടുക്കുക. എന്നിട്ട് ഇവിടെ കണ്ടോ 3 ഓപ്ഷൻസാണ് വരുന്നത്. റൈറ്റ് എ പ്രോംപ്റ്റ്, അപ്ലോഡ് പേസ്റ്റ് കണ്ടൻറ്റ്, ചൂസ് വീഡിയോ. 3 രീതിയിൽ നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കയ്യിൽ നോട്ട് ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോംപ്റ്റ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് വേണ്ട ടോപ്പിക്കും വിത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ നമ്മുടെ കയ്യിൽ നോട്ടുണ്ട്, അതായത് ചെറിയ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്താലും എന്ത് ചെയ്ത് തരും, അതിനെ നമുക്ക് വലിയ നോട്ടുകളാക്കി തരികയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വലിയ നോട്ടിനെ നമുക്ക് സമ്മറൈസ് ചെയ്ത് തരികയോ ഒക്കെ ചെയ്തു തരും. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ നോട്ടൊന്നും ഇല്ല. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈറ്റ് എ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ബട്ടണാണ് പ്രസ് ചെയ്യുന്നത്. അവിടേക്ക് എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ പ്രോംപ്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. പ്രോംപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കീവേഡുകളൊക്കെ യൂസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മളൊരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അനുസരിച്ചിട്ടുള്ള എന്ത് വരുന്നുണ്ട്, നോട്ട് കണ്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും ടൈപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എത്ര നേരം എടുക്കും അല്ലേ. ഇപ്പോൾ ഈ ഒരു നോട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നാൽ അല്ലേ, 1 സെക്കൻഡ് എടുത്തുള്ളൂ നമ്മൾ ആ
പ്രോംപ്റ്റ് എഴുതാൻ എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് അവിടെ ചിലവാകുന്നുള്ളൂ. ബാക്കി നമുക്കിതേ ഇവിടെ നിന്നും കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി ഞാനിവിടെ കണ്ടന്റ് മുഴുവൻ സെലക്ട് ചെയ്യാണ് കേട്ടോ. നോക്കി ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ എൻ്റയർ ടെക്സ്റ്റ് മുഴുവൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ദേ ഈ AI എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടൺ ചെയ്യുകയോ എക്സ്റ്റെൻഡ് ചെയ്യുകയോ നമുക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് ഗ്രാമർ ചെക്കുകളൊക്കെ നടത്തുകയോ ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിവിടെ മലയാളം അവൈലബിൾ അല്ല, ഇംഗ്ലീഷ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഷോർട്ടനോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്ത് തരും, കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ അത് റീഫ്രേസ് ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും അല്ലേ. നമ്മൾ പല സ്ഥലങ്ങളിലും റെഫർ ചെയ്ത് അല്ലേ, നോട്ടുകളൊക്കെ വായിച്ച് അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ തപ്പിയെടുത്ത് അല്ലേ, ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതേപോലെ നോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, നമുക്ക് റിവൈസ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത് തന്നു, അതേപോലെ ഫ്ലാഷ് കാർഡ് ജനറേറ്റ് ചെയ്ത് തന്നു, അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു നോട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകളെടുത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ ഓരോ ടാസ്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ AI ടൂളുകൾ പഠിച്ചിരിക്കണം അല്ലേ. AI ടൂളുകൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ ഇനിയും ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് മാറും. അപ്പോൾ അതിനായിട്ട് CC Igniteൽ AI for Teachers എന്ന കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മാസം കൊണ്ട് വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ അധികം ടൂളുകൾ നിങ്ങൾക്ക് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കൂടെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.